നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിലെ അതിജീവിതമാർക്കെതിരെ വീണ്ടും ഫെനി നൈനാൻ രംഗത്ത് വന്നിരിക്കുകയാണ്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു ഫെനി നൈനാൻ അതിജീവിതമാർക്കെതിരെ രംഗത്ത് വന്നത്. അതിജീവിതയും കുടുംബവും ഭവിഷ്യത്തുകൾ അനുഭവിക്കേണ്ടി വരും എന്ന ഭീഷണി തരത്തിലാണ് ഫെനി നൈനാൻ ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചത്. രണ്ടാമത്തെ അതിജീവിതയെ നാടകക്കാരിയെന്നും ഫെനി നൈനാൻ അധിക്ഷേപിക്കുകയുണ്ടായി. അതിജീവിതമാർ വ്യാജ പരാതിക്കാരികളാണെന്നും ഫെനി നൈനാൻ ആക്ഷേപിച്ചു. കഴിഞ്ഞ ദിവസം പങ്കുവച്ച ഫേസ്ബുക്ക് കുറിപ്പിലൂടെയായിരുന്നു ഫെനി നൈനാൻ ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയത്. ആ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്: സോറി, പോസ്റ്റ് ഇടാൻ 2-3 ദിവസം വൈകി. ചില അന്വേഷണങ്ങളിലായിരുന്നു, അത് പൂർത്തിയായിട്ട് വിശദമായി തന്നെ എഴുതാം. ഇപ്പോൾ ഒരുപാട് തവണ വന്ന ബിഗ് ബ്രേക്കിംഗ് ഉണ്ട്. ഫെനി നൈനാൻ അതിജീവിതയെ സൈബർ അറ്റാക്ക് നടത്തിയതിനെതിരെ കേസ്. ഈ ബ്രേക്കിംഗ് ചെയ്ത വാർത്തകളുടെ പിന്നീടുള്ള വാർത്തകൾ കൊടുക്കാൻ മാധ്യമങ്ങൾക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് ഞാൻ തന്നെ പറയാം. കാനഡയിലുള്ള പരാതിക്കാരി എനിക്കെതിരെ കേസ് കൊടുത്തു. അത് വലിയ വാർത്തയായി. പോലീസ് ആ കേസ് അന്വേഷിച്ചിട്ട് അതിൽ കഴമ്പില്ല എന്ന് കണ്ടെത്തി അവരത് അർഹിക്കുന്ന കുപ്പയിൽ വലിച്ചെറിഞ്ഞു. ഞാൻ മുനിസിപ്പാലിറ്റി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടോ കേട്ടിട്ടോ മിണ്ടിയിട്ടോ ഇല്ലാത്ത ബാംഗ്ലൂർ പഠിക്കുന്ന ഒരു പെൺകുട്ടി ഞാൻ അതിനെ തട്ടിക്കൊണ്ടു പോവുകയും ഒരു ഹോം സ്റ്റേയിൽ എത്തിക്കുകയും ചെയ്ത് അവിടെ വെച്ച് രാഹുൽ MLA പീഡിപ്പിച്ചു എന്ന കള്ളക്കേസ് കൊടുത്തത്. അതന്ന് വലിയ വാർത്തയാവുകയും തൻ്റെ തിരഞ്ഞെടുപ്പിനെ പോലും ബാധിക്കുകയും ചെയ്തു. അത്ര ഗുരുതരമായ ഒരു ആരോപണമായിട്ട് കൂടി എന്നെ ഒരു വട്ടം പോലീസ് കാര്യങ്ങൾ അന്വേഷിച്ചതല്ലാതെ പ്രതിയാക്കിയില്ല എന്ന് പറയുമ്പോൾ തന്നെ ആ പരാതിയിലെ കള്ളത്തരം മനസ്സിലായല്ലോ. ആ പെൺകുട്ടി കഴിഞ്ഞ ദിവസം വീണ്ടും പരാതി കൊടുത്തിരിക്കുന്നു, ഞാൻ അതിനെ സൈബർ അറ്റാക്ക് ചെയ്തുവെന്ന്. എവിടെയാണ് സൈബർ അറ്റാക്ക് നടന്നത്? അന്ന് ഞാൻ പറഞ്ഞത് ഒരിക്കൽ കൂടി പറയുന്നു: ഈ പുകമറയും മുഖംമൂടിയും ഉടനെ അഴിയും. എനിക്കെതിരെ കള്ളക്കേസ് കൊടുത്ത താങ്കളെ നിയമപരമായും പൊതുസമൂഹത്തിന് മുന്നിലും തുറന്നു കാണിക്കും. അപ്പോൾ ഈ വ്യാജ ഐഡന്റിറ്റിയും പോലീസ് ബന്ധവും ബാംഗ്ലൂർ സ്ഥിരതാമസക്കാരി എന്ന നാടകവും ഒക്കെ പൊളിക്കും. രണ്ടാമത്തെ പരാതിക്കാരിയോട് പറയാം, ആരൊക്കെ ഈ കേസ് വിട്ടാലും ഞാൻ വിടില്ല. ഒരു വ്യാജ പരാതി കൊടുത്താൽ ഉണ്ടാകുന്ന എല്ലാ ഭവിഷ്യത്തും താങ്കളും താങ്കളുടെ കുടുംബവും നന്നായി അറിയും. ഇന്ന് പ്രോത്സാഹിപ്പിക്കുന്നവർ അന്ന് കാണില്ല. അപ്പോൾ ഇനി നമ്മൾ നേരിട്ട് എന്ന തരത്തിലൊരു ഭീഷണി അല്ലെങ്കിൽ ഒരു വെല്ലുവിളി എന്ന തരത്തിലാണ് ഫെനി നൈനാൻ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരായ രണ്ടാമത്തെ പീഡന ആരോപണ പരാതിയിൽ സുഹൃത്തും കോൺഗ്രസ് പ്രവർത്തകനുമായ ഫെനി നൈനാനെ പ്രതി ചേർത്തിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഹോം സ്റ്റേയിൽ എത്തിച്ച് തന്നെ പീഡിപ്പിച്ചെന്നും അവിടേക്ക് കൊണ്ടുപോകാനായി രാഹുലിനൊപ്പം സുഹൃത്തായ ഫെനി നൈനാൻ ഉണ്ടായിരുന്നെന്നും കാർ ഓടിച്ചത് അദ്ദേഹമാണെന്നും രണ്ടാമത്തെ അതിജീവിത പരാതിയിൽ പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെ പലതവണ ഫെനി പരാതിക്കാരെ അധിക്ഷേപിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഫെനി നൈനാൻ പങ്കുവച്ച ഈ ഫേസ്ബുക്ക് പോസ്റ്റ് നിലവിൽ ലഭ്യമല്ല. എന്ത് സംഭവിച്ചു എന്നത് ചോദ്യമായി നിൽക്കുകയാണ്. എന്തായാലും അതിജീവിതയ്ക്കെതിരെ ഇത്തരത്തിലൊരു ഭവിഷ്യത്ത് നിങ്ങൾ നേരിടേണ്ടി വരും. വ്യാജ പരാതി കൊടുത്താൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണോ അത് നിങ്ങൾ നേരിടേണ്ടി വരും എന്ന് ഫെനി നൈനാൻ പറയുമ്പോൾ അതൊരു ഭീഷണിയായിട്ട് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പുതിയ പീഡന പരാതിയിൽ തന്റെ പങ്ക് നിഷേധിച്ച് ഫെനി നൈനാൻ രംഗത്തെത്തിയിരുന്നു. രാഹുൽ തന്റെ ഒപ്പമാണ് യുവതിയെ കാണാൻ എത്തിയതെന്നും പീഡനത്തിന് ശേഷം യാതൊരു ദയവുമില്ലാതെ തന്നെ വഴിയിൽ ഇറക്കിവിട്ടെന്നുമായിരുന്നു യുവതി ആരോപിച്ചത്. ഇത് നിഷേധിച്ചാണ് ഫെനി നൈനാൻ പ്രതികരിച്ചത്. പരാതിക്കാരിയെ തനിക്ക് അറിയില്ലെന്നും ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടില്ലെന്നും തനിക്ക് പരിപൂർണമായ ബോധ്യമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. പരാതിയിൽ എഴുതി പിടിപ്പിച്ചിരിക്കുന്നതെല്ലാം പച്ചക്കള്ളമാണ്. തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇത്തരം ക്രൂരമായ ആരോപണങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല. ഇത് തനിക്കെതിരെ പരമായി ആക്രമണം നടത്തുന്ന വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. ഇതിനു മുൻപും ഇത്തരം ആളുകൾ മാധ്യമങ്ങളോട് അപമാനിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും ഫെനി നൈനാൻ പറഞ്ഞു. മനസ്സുകൊണ്ട് പോലും അറിയാത്ത ആരോപണമാണ് ഇപ്പോൾ തനിക്കെതിരെ ഉയർന്നിരിക്കുന്നതെന്നായിരുന്നു ഫെനിയുടെ അന്നത്തെ പ്രതികരണം. ഇതിനു മുൻപും പലവിധമായ ആരോപണങ്ങൾ തന്റെ പേരിൽ എഴുതി മാധ്യമങ്ങളുടെയും മറ്റും അപമാനിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ആരോപണങ്ങൾക്ക് ശേഷം ഒരു പരാതിയിലെങ്കിലും ഒരു തെളിവെങ്കിലും പുറത്തുവിടാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യമാണ് ഫെനി മുന്നോട്ട് വയ്ക്കുന്നത്. തിരഞ്ഞെടുപ്പ് സമയത്ത് വ്യക്തിപരമായി ആക്രമിക്കുന്ന രീതി കഴിഞ്ഞ കാലത്തും ഇത്തരം ആളുകളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇത് വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും ഫെനി വ്യക്തമാക്കി. മാത്രമല്ല, രാഹുലിന്റെ ജാമ്യ ഹർജി കോടതി പരിഗണിക്കാനിരിക്കെ ഹർജി തള്ളിക്കളയുന്നതിനു വേണ്ടി മനഃപൂർവ്വം നടത്തുന്ന നീക്കമാണോ ഈ പുതിയ ആരോപണങ്ങൾക്ക് പിന്നിലെന്ന സംശയവും ഫെനി മുന്നോട്ട് വച്ചിരുന്നു. ഇങ്ങനത്തെ സംഭവം നടന്നിട്ടില്ല. മനസാക്ഷി ഒരു തരിമ്പെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ ആ സ്ത്രീ അത്തരത്തിലൊരു പരാതി എഴുതില്ലായിരുന്നു. എന്തടിസ്ഥാനത്തിലാണ് അവർ ഇത്തരം പച്ചക്കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നും ഫെനി നൈനാൻ ചോദിച്ചു. ആരോപണവുമായി ബന്ധപ്പെട്ട് DGPക്ക് പരാതി അയച്ചിട്ടുണ്ടെന്നും പരാതി നൽകിയ വ്യക്തിക്കും വാർത്തയ്ക്കുമെതിരെ നിയമപരമായ നടപടി സ്വീകരിക്കുമെന്നുമായിരുന്നു ഫെനി നൈനാൻ അന്ന് പറഞ്ഞത്.
മാത്രമല്ല ഫെനിക്കെതിരെ കേസെടുക്കുന്ന സാഹചര്യമുണ്ടായി. 3ാം പീഡന പരാതി നൽകിയ അതിജീവിതയെ സൈബർ ഇടങ്ങളിൽ അധിക്ഷേപിച്ചതിനാണ് രാഹുൽ മങ്കുടത്തിൽ എംഎൽഎയുടെ സുഹൃത്തും യൂത്ത് കോൺഗ്രസ് നേതാവുമായ ഫെനി നൈനാന്തിനെതിരെ കേസെടുത്തത്. അതിജീവിയുടെ ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകളടക്കം സമൂഹ മാധ്യമം വഴി പുറത്തുവിട്ടതിനായിരുന്നു കേസ്. വാട്സാപ്പ് ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടാണ് പുറത്തുവിട്ടത്. ഫെനി നൈനാൻ നിർദ്ദേശിച്ചതനുസരിച്ച് ഒന്നിലധികം തവണ രാഹുൽ മങ്കുടത്തിന്റെ അക്കൗണ്ടിലേക്ക് പണം അയച്ചിട്ടുണ്ടെന്നായിരുന്നു അതിജീവിതയുടെ മൊഴി. രാഹുലിനെതിരെ 2ാമത്തെ പീഡന പരാതി നൽകിയ യുവതിയും ഫെനിക്കെതിരെ വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. തന്നെ ഹോം സ്റ്റേയിലേക്ക് വിളിച്ചു വരുത്തി പീഡിപ്പിക്കുകയായിരുന്നുവെന്നും തന്നെ അവിടെ എത്തിച്ചത് ഫെനി നൈനാൻ ആണെന്നുമായിരുന്നു 2ാം പരാതിക്കാരിയുടെ മൊഴി. ഇതിന് പിന്നാലെയാണ് അതിജീവിതയെ കുറ്റക്കാരിയാകുന്ന തരത്തിൽ ചാറ്റുകളുടെ സ്ക്രീൻഷോട്ട് ഫെനി നൈനാൻ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത്. നമുക്കറിയാം, അതായത് ഈ പീഡനം നടന്നുവെന്ന് പറഞ്ഞതിന് ശേഷവും ഈ ഒരു അതിജീവിത രാഹുൽ മങ്കൂട്ടത്തിനെ പണം അയച്ചിരുന്നു, അല്ലെങ്കിൽ മറ്റു ചില കാര്യങ്ങൾ ഓർഡർ ചെയ്തിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുന്ന ഒരു വാട്സപ്പ് ചാറ്റുകളായിരുന്നു ഫെനി നൈനാൻ പുറത്തുവിട്ടത്. അത് അന്ന് വലിയ രീതിയിൽ വാർത്തയായതാണ്. മാത്രമല്ല, വ്യക്തി വിവരങ്ങൾ പരസ്യപ്പെടുത്തി എന്ന ആരോപണം ഉന്നയിച്ചാണ് ഫെനി നൈനാൻ്റെ എതിരെ ഇത്തരത്തിൽ അതിജീവിത കേസ് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഫെനി നൈനാന്റെ നേതൃത്വത്തിൽ രൂക്ഷമായ സൈബർ അധിക്ഷേപമാണ് നടക്കുന്നതെന്നായിരുന്നു അതിജീവിത പരാതിയിൽ വ്യക്തമാക്കിയത്. രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് തന്നെ ഭീഷണിപ്പെടുത്തുകയാണെന്നും രാഹുൽ മങ്കൂട്ടത്തിനെ കോൺഗ്രസ് സ്വീകരിച്ച നടപടികൾ വെറും പ്രതീകാത്മക മാത്രമാണെന്നും പരാതിയിൽ കുറ്റപ്പെടുത്തിയിരുന്നു. രാഹുൽ ഗാന്ധിക്ക് പുറമെ AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, പ്രിയങ്ക ഗാന്ധി, KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, മഹിളാ കോൺഗ്രസ് ദേശീയ അധ്യക്ഷ അൽക്ക ലാംബ എന്നിവർക്കും താൻ പരാതി നൽകിയതാണ്. അതിജീവിതയുടെ സ്വകാര്യതയെ പോലും മാനിക്കാതെ കോൺഗ്രസ് സൈബർ വിങ്ങിനെ ഉപയോഗിച്ച് അധിക്ഷേപം തുടരുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് അന്ന് ഉയർന്നത്. ഫെനി നൈനാൻ വെളിപ്പെടുത്തിയത് അതിജീവിതയെ തനിക്ക് അറിയാം, 2025 നവംബർ വരെ തന്നോട് സംസാരിച്ചിട്ടുണ്ട്. മാത്രമല്ല, യുവതി KSUവിന്റെ പരിപാടിക്ക് 5000 രൂപ തന്നിരുന്നു. എന്നാൽ അവരെ രാഹുൽ മങ്കൂട്ടത്തിൽ ബലാത്സംഗം ചെയ്തു എന്നത് അതിശയമായിരിക്കുന്നു എന്നായിരുന്നു ഫെനിയുടെ അന്നത്തെ പ്രതികരണം. 2ാമത്തെ കേസിൽ തന്നെ ചോദ്യം ചെയ്തിട്ടും അറസ്റ്റ് ചെയ്തില്ല, കാരണം തെളിവില്ല. രാഹുൽ മങ്കൂട്ടത്തിൽ ഇന്ത്യൻ നിയമവ്യവസ്ഥയ്ക്കെതിരായ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. രാഹുൽ ധാർമ്മികമായി തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് വിധിക്കാൻ ഞാൻ ആളല്ല. സത്യം തെളിയുമെന്നും അന്ന് വേട്ടയാടിയവർ മനസ്സുകൊണ്ടെങ്കിലും മാപ്പ് പറയണമെന്നുമൊക്കെ ഫെനി അന്ന് പ്രതികരിച്ചതാണ്. എന്തായാലും ഇപ്പോൾ പുതിയ പ്രതികരണം, അത് അതിജീവിതമാർക്കെതിരെയുള്ളൊരു ഭീഷണി എന്ന രീതിയിലാണ് ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.